രണ്ട് തരത്തിലുള്ള ടീച്ചേഴ്സ് ആണ് ഉള്ളത്. ഒന്ന് ഗുരു, രണ്ടാമത്തേത് സദ്ഗുരു. ഗുരു പഠിപ്പിക്കുന്നത് പാഠങ്ങൾ മാത്രം. അവരുടെ ലക്ഷ്യം എത്രയും പെട്ടെന്ന് തന്റെ സിലബസ് കംപ്ലീറ്റ് ചെയ്യുക, അതനുസരിച്ച് പാഠങ്ങൾ പഠിപ്പിക്കുക, അങ്ങനെ തന്റെ സേഫ് സോണിൽ എത്രയും പെട്ടെന്ന് എത്തിച്ചേരുക. ഇനി സദ്ഗുരു ചെയ്യുന്നത് എന്താണ്? സദ്ഗുരു തന്റെ സബ്ജക്റ്റ് പഠിപ്പിക്കുന്നതിനോടൊപ്പം മോറൽ വാല്യൂസും അതുപോലെ എക്സ്ട്രാ നോളജും കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കും. അപ്പോ നിങ്ങൾ പുതിയ ടീച്ചർമാർ മനസ്സിലാക്കേണ്ടത് സദ്ഗുരുവിനാണ് കുട്ടികളുടെ സ്വഭാവവും അറിവും ഒക്കെ നല്ല രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടി കഴിയുക. അപ്പൊ നിങ്ങൾ പുതിയ ടീച്ചർമാർ തീരുമാനിക്കുക, നിങ്ങൾ ഗുരുവാകണോ സദ്ഗുരുവാകണോ? നിങ്ങളിൽ പലരും ടീച്ചിങ് ഫീൽഡിലേക്ക് വന്നിട്ടുള്ളത് ഒന്നുകിൽ അത് നിങ്ങളുടെ ചോയ്സിലൂടെ ആകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ചാൻസിലൂടെ ആവാം. എന്താണ് ചോയ്സ്, എന്താണ് ചാൻസ്? ചോയ്സ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ടീച്ചിങ്ങിനോടുള്ള പാഷൻ, ലവ്, ഇൻട്രസ്റ്റ് അങ്ങനെയൊക്കെ ഈ ഫീൽഡ് തിരഞ്ഞെടുത്തവരാകാം നിങ്ങൾ. ഇനി ചാൻസ് എന്ന് വെച്ചാൽ നോ അതർ ചോയ്സ്, അതായത് വേറൊന്നും പഠിക്കാൻ കഴിഞ്ഞില്ല, വിചാരിച്ചതൊന്നും കിട്ടിയില്ല, എന്നാ പിന്നെ ടീച്ചിങ് ആവാം എന്ന് വിചാരിച്ച് വന്നതാവാം. അതുപോലെ ബൈ മിസ്റ്റേക്കിലൂടെ വരുന്നവരുമുണ്ട്. എന്തൊക്കെയോ തെറ്റിദ്ധരിച്ച് ടീച്ചിങ് ഫീൽഡ് തെരഞ്ഞെടുത്തു എന്ന് പറയുന്നവരുമുണ്ട്. എങ്ങനെയായാലും എനിക്ക് പുതിയ ടീച്ചർമാരോട് പറയാനുള്ളത്, അറിവിലേക്ക് നയിക്കുന്ന, വെളിച്ചത്തിലേക്ക് നയിക്കുന്ന സദ്ഗുരുവിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഭാരതം. അതുപോലെ ആത്മാവിൽ നിന്ന് ആത്മാവിലേക്കുള്ള ഷെയറിംഗ് ആണ് വിദ്യാഭ്യാസം. ചോയ്സിലൂടെ ആയാലും ചാൻസിലൂടെ ആയാലും നിങ്ങൾ എന്തായാലും ടീച്ചിങ് ഫീൽഡിൽ എത്തി. ഇനി നിങ്ങൾ എന്തായാലും ഈ ഫീൽഡിനെ ഒരു ചോയ്സ് ആയിട്ട് തന്നെ കാണണം. അതായത് ടീച്ചിങ്ങിൽ പാഷനും ഇൻട്രസ്റ്റും ഒക്കെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. നല്ലൊരു തലമുറയെ വാർത്തെടുക്കേണ്ടവരാണ് നമ്മൾ എന്നൊരു തോന്നൽ നിങ്ങളിൽ ഉണ്ടാവണം. അതുപോലെ പുതിയ പുതിയ ടീച്ചിങ് സ്കിൽ കണ്ടെത്താനുള്ള ഒരു ആഗ്രഹവും നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. എങ്ങനെ ക്ലാസ് കൈകാര്യം ചെയ്യണം, കുട്ടികളെ എങ്ങനെ കൺട്രോൾ ചെയ്യണം, അതിനൊക്കെ പുതിയ പുതിയ കാര്യങ്ങൾ എങ്ങനെ കണ്ടെത്താൻ കഴിയും എന്ന് നിങ്ങൾ ശ്രമിക്കണം. കുട്ടികളുടെ താല്പര്യത്തിനനുസരിച്ച്, അവരുടെ സ്റ്റാൻഡേർഡിനനുസരിച്ച് അവരെ സ്നേഹിച്ച് പഠിപ്പിക്കണം. അപ്പൊ കുട്ടികള് നിങ്ങളെ തിരിച്ച് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യും. അപ്പോ ഗുരുവാകണോ സദ്ഗുരുവാകണോ നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.